പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പുതിയ മാസത്തിൽ ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ, ഉടനെ യേശു തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞു. എന്നിട്ട് യേശു ചോദിച്ചു, എന്റെ വസ്ത്രത്തെ തൊട്ടത് ആര്? എന്റെ കേൾക്കുന്ന പ്രിയരെ, ഈ മാർച്ച് മാസത്തിൽ 1-ാം തീയതിയിൽ ഞാൻ നിങ്ങളോടൊരു ദൂത് കൈമാറുകയാണ്. ആമേൻ. യേശുവിൽ നിന്ന് ശക്തി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന ഒരു മാസമായിരിക്കും. ഈ ചരിത്രം 5-ാം അധ്യായത്തിൽ ഇത് നമുക്കറിയാം. 12 വർഷമായിട്ട് രക്തസ്രാവമുള്ളൊരു സ്ത്രീ, 12 വർഷമായിട്ട് ശരീരത്തിൽ നിന്ന് രക്തം പോയിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, രക്തത്തിലാണ് ജീവൻ നിൽക്കുന്നത്. 12 വർഷമായിട്ട് രക്തം പോകുക എന്ന് പറഞ്ഞാൽ 12 വർഷമായിട്ട് ഇഞ്ചിഞ്ചായിട്ട് അവൾ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ രോഗിയായിട്ട് ബാധിക്കപ്പെട്ട് എല്ലാവരാലും തള്ളപ്പെട്ട ഒരു സ്ത്രീ യേശുവിന്റെ വാർത്ത കേട്ടു. പുരുഷാരത്തെ തള്ളി നീക്കി യേശുവിന്റെ വസ്ത്രത്തെ ഈ സ്ത്രീ തൊട്ടു. ഇവള് കരങ്ങൾ കൊണ്ട് തൊടുന്നതിന് മുമ്പേ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തീരുമാനവും എടുത്ത്, ഞാൻ അവനെ തൊടും, അവന്റെ വസ്ത്രത്തിലെങ്കിലും തൊടും, എനിക്കൊരു സൗഖ്യം കിട്ടും. അങ്ങനെ വിശ്വസിച്ചത്, ചിന്തിച്ചതുപോലെ തന്നെ താനെടുത്ത തീരുമാനപ്രകാരം തന്നെ പുരുഷാരത്തെ തള്ളി നീക്കി യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടു. ബൈബിൾ പറയുന്നു, ആ സമയത്ത് തന്നെ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ആ രോഗം ആ നിമിഷം അവളെ വിട്ട് മാറി. 12 വർഷമായി ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരുന്ന സ്ത്രീ, ആ നിമിഷം അവളിലേക്ക് ജീവൻ വന്നു. ആ രോഗാത്മാവ് അവളെ വിട്ട് മാറുവാനിടയായി തീർന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, കുറച്ച് നാളുകളായി നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കടബാധ്യതയാകട്ടെ, പാപശക്തിയാകട്ടെ, പൈശാചിക മേഖലകളാകട്ടെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ തലമുറകളെ തകർത്തുകൊണ്ടിരിക്കുന്ന ശക്തിയെ, അതിനെ അഴിച്ചു പുറത്തു വരുവാൻ ഒരു പുതിയ അഭിഷേകം, ആത്മശക്തി ദൈവം നിങ്ങളുടെ മേൽ പകരുന്നു. യേശുവിൽ നിന്നുള്ള ശക്തി നിങ്ങളിൽ പുറപ്പെടുന്ന ഒരു മാസമാക്കി മാർച്ചിനെ ദൈവം മാറ്റട്ടെ. നിങ്ങൾ വിശ്വസിക്കുക, ദൈവശക്തി നിങ്ങളിൽ വ്യാപരിക്കും. കർത്താവെ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ മാസം യേശുവിന്റെ ശക്തി ഈ ജനത്തിന്മേൽ വെളിപ്പെട്ട് വലിയ വിടുതലുകളും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന, വലിയ ദൈവപ്രവർത്തികൾ നടക്കുന്ന ഒരു മാസമാക്കി മാറ്റണം. രോഗികൾ സൗഖ്യമാകട്ടെ, ഭൂതങ്ങൾ അലറിയോടട്ടെ, ഉണർവുകൾ നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും നിറയ്ക്കണം. പ്രത്യേകിച്ച് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവരോട് കൂടെ ഇരിക്കണം, നല്ല വിജയം കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.